ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള എന്താ വെച്ചാൽ നമ്മൾ CS റാങ്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ റാൻഡം ആൾക്കാരപ്പം റാൻഡായിട്ടൊരു കളി സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്തായാലും നമ്മൾ ആദ്യം തന്നെ പോയി ചത്തിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് റൗണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ മൂഞ്ചിട്ടുണ്ട്. വട്ടത്തിലും ത്രികോണത്തിലും എല്ലാ രീതിയിലും നമ്മൾ മൂഞ്ചിട്ടുണ്ട്. എന്തായാലും ഈ പെണ്ണുമ്പോഴൊക്കെ അത്യാവശ്യത്തിന് ഷോ ഉള്ള പോലെ എനിക്ക് തോന്നി. അവിടെ നടത്തം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഷോ മണത്തി. എന്തായാലും അവിടെ ഷോക്കുള്ള ഒക്കെ എല്ലാത്തിനുള്ളിൽ നമ്മൾ ഇന്ന് കൊടുത്തിരിക്കും. ഏത് തോക്ക് കൊടുക്കും ഗൈസ്? മ്യൂസ് ഇരിക്കണോ? വേണ്ട, നമുക്ക് കിങ്ഫിഷർ എടുക്കാം. ഇനി കിങ്ഫിഷർ വൺ ടാപ്പുകൾ കാണിച്ചു തരാം. പ്ലീസ് നമ്മൾ VFX ഫ്ലാഷർ അക്കൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സെറ്റ് അക്കൗണ്ട് പ്രൈം 6 അക്കൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ അക്കൗണ്ട് ആരുടെ അറിഞ്ഞോലോ അവൻ്റെ പേരൊന്ന് കമൻറ്റ് ഇടുക. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർ കുറവായിരിക്കും. എന്തായാലും വീഡിയോ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയിക്കാം. എന്തായാലും ഗൈസ് നമുക്കിനി വല്ല കോഡൈസ് നമ്മുടെ ക്യാരക്ടർ കോഡയാണ് ബെർമുഡയാണ്. എന്തായാലും ഫസ്റ്റ് തന്നെ നമ്മൾ റെഡ് അടിച്ച് നോക്കിയിടുകയാണ്. ഒന്നും കൂടി ഈ നടക്കണേ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കണേ. എന്തായാലും കുഴപ്പമില്ല. വൺ റൗണ്ട് ഈസ് നോട്ട് എ പ്രോബ്ലം. നമുക്ക് നമ്മളെ മറ്റേ ഇതിട്ട് ഞങ്ങളുടെ പുകയുണ്ട് ഒരുത്തനെ കുത്തി പിടിച്ച്. ഓ മൈ ഗോഡ്, എന്താ സംഭവിച്ചെന്ന് എനിക്കെന്നെ അറിയില്ല. ക്ലച്ച് ഷോട്ട് ആയിട്ട് എന്തോ പെട്ടെന്ന് സംഭവിച്ചു. ഞാൻ നീച്ചുകൊണ്ട് വെറുതെ കൊണ്ട് അടിച്ചാണ്. ഇതിൽ റൗണ്ടിൽ നമ്മൾ കയറാൻ BFX ഫ്ലാഷ് അക്കൗണ്ടിൻ്റെ പേര് കണ്ടല്ലോ, BFX ഫ്ലാഷ്. എന്തെടുക്കും ഗൈസ്? ആരുടെ എന്തെടുക്കും നമ്മൾ? നമ്മൾ MP40 തന്നെ എടുക്കും. MP40 കോബ്ര അല്ല, വേണ്ട M80 വോൺ തന്നെ നമുക്ക് തുടങ്ങാം. M80 വോ ഒക്കെ പറയുമ്പോൾ M80 P90 എടുക്കും. നമുക്ക് M80 വേണം. M80 ഒരു വല്ലാത്ത M80 ആണ്. M80 ലെവൽ 4 M80 നമുക്കൊരു സാധനം ഇട്ടാലാ. ഇതിൽ ഗൈസ് കുറേ ഇമോട്ടുണ്ട്. ഇമോട്ട് കളക്ഷൻസൊക്കെ അമ്മാതിരി കളക്ഷൻസൊക്കെ ഗൈസ്. നമുക്ക് കിങ്ഫിഷർ മതി. ഒറ്റ അടി ഡൗണ് അടിച്ചാണ്ട് ഉറക്കി ഇമ്മമാരൊക്കെ. ഓപ്പോസിറ്റ് പ്ലേയേഴ്സ് നല്ല കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ്. അത്യാവശ്യത്തിന് ഗൈസ് ഒരു നോക്കിലൊക്കെ 2 നോക്കിൻ്റെ ഡാമേജ് കൊടുക്കണം. ഒരുത്തിന് 2 നോക്ക് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എപ്പോഴും കില്ലിങ്ങനെ വരും. എന്തായാലും 2 നോക്ക് എടുക്കല്ല, പിന്നെ കില്ലങ്ങനെ ഫിനിഷ് ചെയ്യാം. ചുറ്റടി പൂമ ചുറ്റടി കുറ്റിക്കാടി അല്ലോ ഉമ്പി കളിയെടുത്തു ഗൈസ്. കളിയെടുത്തു 2-1 എന്ന സ്കോറിലേക്ക് കളി മറിക്കുന്നു. 2-1 എന്ന സ്കോറിലേക്ക് കളി മറിക്കുന്നു. BFX ഫ്ലാഷ് വീണ്ടും MVP. എന്താ ഗൈസ് ഞാൻ എന്താ ചെയ്യും? പിന്നെ നമുക്ക് നല്ല റാങ്ക് പുഷിങ് സ്കോർ എടുക്കൊണ്ട് സെറ്റ് ആക്കണം. എന്തായാലും ഗൈസ് ഞാൻ വിചാരിച്ചപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് റാങ്ക് ഉണ്ട് പുഷ് ചെയ്യാം. എത്ര കഴിഞ്ഞാൽ റാങ്ക് പുഷ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇവിടുന്ന് എടുത്ത നമ്മളെന്തായാലും ലുക്ക് ചേഞ്ചർ ചെയ്ത് നമ്മൾ P90 അടുത്തുള്ള സീറോ ഉണ്ട്. നമുക്ക് ലുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. നമ്മൾ നറൂട്ടൻ്റെ മറ്റേ ലുക്ക് ചേഞ്ചർ ഉണ്ടല്ലോ, ഈ നറൂട്ടനല്ല. എനിക്ക് ആനിമിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. ഇതൊക്കെ നമ്മളെ ചെക്ക് എടുത്ത് വെച്ചു. നമ്മളെ ചെക്ക് എടുക്കാത്ത ഒന്നുമില്ല. ഏകദേശം എല്ലാ ഇവോയും ചെക്ക് എടുത്തിട്ടുണ്ട്. എല്ലാ തോക്കിനും ഇവോ ഉണ്ട് ഏകദേശമൊക്കെ. എല്ലാത്തിനും ഉണ്ട് ഗൈസ്, എല്ലാത്തിനും ഉണ്ട്. എന്തായാലും നമുക്ക് എല്ലാ ഇതുകൊണ്ട് ഷോ ഫിസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. 5-6 ഫിസ്റ്റൊക്കെ വെച്ചിരിക്കുന്നത്. ചെക്കൻ പൊളിയാണ്. എന്തായാലും നമുക്കിനി കളിക്കാൻ നോക്കാം. നമ്മൾ ഫിസ്റ്റിൻ്റെ എണ്ണം നോക്കി നിന്നാൽ കളി മുഞ്ചും. നമുക്ക് കോഡാണ് സ്കെയർ. എനിക്ക് കോഡ് ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കുള്ളൂ. ഇടയ്ക്ക് ആ കൈമ തട്ടിപ്പോയി ഉപയോഗിക്കണം. അല്ല ഞാൻ ഉപയോഗിക്കില്ല, ഇടയ്ക്ക് ഉപയോഗിക്കലുള്ളൂ. M80 ഇതുകൊണ്ട് തന്നെ കളിക്കാം. ഇതാണ് ബെസ്റ്റ്. ഇപ്പോൾ പുതിയ സ്കില്ലൊക്കെ വന്നല്ലോ. ആനിമിൻ്റെ അത് വന്നപ്പോൾ ഗോജോൻ്റെ ഒരു ഇത് വന്നപ്പോൾ എന്തൊക്കെ സ്കില്ലുകളൊക്കെ വന്നാണല്ലോ. നോക്കണം. പെണ്ണുമ്പോള്ള ഇനി നോക്കിയിട്ട് എൻ്റെ ടീംമേറ്റ്സ് ഓടും നോക്കിയിട്ട്. എന്തായാലും നമ്മളെ ടീംമേറ്റ് നമ്മളൊന്ന് പൊക്കായിരിക്കും. ചുട്ടടി ടീംമേറ്റ് ആണടി. എന്താ പറയുക വേഗം ഒന്ന് പൊക്കണേ. കളക്ഷൻ ഉള്ള ആൾക്കാരെ കണ്ട എന്തായാലും എനിമീസ് ടീംമേറ്റ്സ് ഒന്ന് പൊക്കും. അതാണ് കളക്ഷൻ വേണം. കളക്ഷൻ ഉണ്ടായ ഒക്കെ ഉണ്ട്. ചില ഒരു പറയും കളക്ഷൻസ് ഉള്ളൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, കളക്ഷൻസ് ആണല്ലോ, കളക്ഷൻസ് ഉണ്ടെങ്കിലേ വില ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞത് ഈ കളക്ഷൻസ് ഉണ്ടായാലേ വില ഉണ്ടാവുള്ളൂ എല്ലാവർക്കും. എന്തായാലും നമ്മൾ ഈ റൗണ്ട് കൂടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്ലേയേഴ്സൊക്കെ പൊട്ടന്മാരാണ് വിചാരിച്ചാണ് ടോപ്പ് ചെയ്യണേ. ഇതിൽ ഈ വിലക്കും മുമ്പിലൊരിതുണ്ടാവുമല്ലോ, ഒരു വല്ലാത്തൊരിതുണ്ടാവും ടീമേറ്റ്സിൻ്റെ മുന്നിലൊക്കെ. അതിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കണം, അല്ലാതെ ഇതിനൊന്നും വേണ്ടിയല്ല. ഓലും അങ്ങനെ ഷോ ഇറക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. എന്താ വെച്ചാൽ വില ഉണ്ടാവില്ല, അതിനും വേണ്ടിയാണ്. എന്തായാലും നമ്മളെ M80 ഗ്രോസ് എടുത്തിട്ടുള്ളൂ. ഗ്രോസ് എൻ്റെ ഇൻക്യുബേറ്റർ ഉണ്ട്. ഇൻക്യുബേറ്റർ എല്ലാ കണ്ടിച്ചും നല്ല നല്ല സ്കിന്നുകളുണ്ട്. ഒരു കുറവും പറ്റില്ല. ചെക്ക അമ്മാര് ടോപ്പപ്പ് ചെയ്ത് പൈസ മാത്രമല്ല പോക്കറ്റും ഗിരിവാക്കളെല്ലാം കീറി പോകുന്ന അവസ്ഥയ്ക്ക് വരെ ടോപ്പ് ചെയ്തിന്. ചക്ക റിച്ചാണ്. ടോപ്പപ്പ് കണ്ട എന്തായാലും നമുക്ക് ആദ്യം തേനേക്ക് നിൽക്കാം, എന്നിട്ട് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചിട്ട് വേഗം വന്നില്ലെങ്കിൽ
നമ്മൾ ക്രോണോയിന് എടുക്കാം. വയസ്സ് 3 വെറുതെ വേസ്റ്റ് ആയില്ലല്ല. ടെക്നോളജിയ നമുക്ക് അടിക്കാൻ നോക്കാം. ഒരു വാൾ ഹാക്ക് കാണിച്ചു തരാം. വാൾ ഹാക്ക് പറയുമ്പം ഇങ്ങനെ വരിക, ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു സ്റ്റെപ്പായില്ലേ, ഇങ്ങനെ ചാടി വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ഗോൾഡ് പോകും. ഇവിടെ ഏത് ഗോൾ ഇങ്ങനെ വരിക, ഇങ്ങനെ വരിക. എന്നിട്ടൊരു മെഡടിക്കുക. മെഡടിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ആൾക്കാരെ ഒന്ന് അടിക്കാൻ സൂക്ഷിക്കുക. അതിന് എല്ലാത്തിലും മുഖ്യം. അയ്യോ ഈസ് ഞാൻ പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ഈ ബാക്കിൽ നിന്ന് ആൾക്കാരെ ഒന്ന് അടിച്ചു. ഇവന്മാർക്ക് എവിടുന്ന് കുറ്റി പറിക്കേണ്ടി വരിക നമുക്കറിയില്ല. എന്തായാലും സുഖത്തില്ല. നമ്മൾ കളി മൂഞ്ചിട്ടുണ്ട്. മൂഞ്ചിൽ നോട്ട് പ്രോബ്ലം ഓഫ് ഈ അതൊരു കുഴപ്പമുള്ളതല്ല. ബൈസ് എന്തായാലും നമ്മൾ ബാക്കിൽ നിന്ന് അടി കിട്ടി ചത്ത് പോയിട്ടുണ്ട്. ഇന്നെ കൊന്നവൻ ആരായാലും എന്താ അവൻ്റെ അന്ത്യായിസ്. എന്തായാലും നമ്മളെ 3 സ്ട്രൈക്കാണ് പോകാൻ പോണേ. പുണ്ണത് മൂഞ്ചി എന്തായാലും നമുക്ക് അടിക്കാൻ നോക്കാം. എൻ്റെ പിന്നെ മീനിക്കുന്ന ചെക്കന്മാരുടെ 3v2 ഈസി. പിള്ളേർ എടുക്കാനുള്ളൂ. ബംഗാളീസ് ആണേലും ഈസി ബ്രോ, ഈസി 3v2. പക്ഷെ മൂഞ്ചാന്നതിന് അതാ കുഴപ്പമില്ല. മൂഞ്ചലോട് അതായത് ആ കുഴപ്പമില്ല. പടച്ച റബ്ബെ മൂഞ്ചി മൂഞ്ചിട്ടില്ല. അടിയണ അത്ര ഉള്ളു. ബൈ എല്ലാ വീഡിയോ നമുക്ക് ബൈ.